119 സങ്കീർത്തനത്തിന്റെ 130 വാക്യത്തിൽ ഒരു പഴയ മലയാള ഭാഷ ഇവിടെ ഉണ്ട്. 119ന്റെ 130. The unfolding of your word gives light. നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു 130 വാക്യം. 119ന്റെ 130. നിന്റെ വചനത്തിന്റെ വികാസനം പഴയ മലയാളം അല്ലേ? അൺഫോൾഡിങ്, വികസിപ്പിക്കുക, തുറക്കുക. നിന്റെ വചനം തുറക്കേണ്ടതുപോലെ തുറന്നാൽ അതിൽ ഉള്ളടങ്ങിയ പ്രകാശകിരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ അകറ്റും. വചനം തുറന്നാൽ ഇരുട്ടിനെ അകറ്റുന്ന ഒരു ക്രിയയുണ്ട്. ഇതിന്റെ സഹകാരികളെല്ലാം പ്രിയപ്പെട്ടവരുണ്ട്. വിപിൻ ബ്രദർ അനുഗ്രഹീതമായ ഗാനങ്ങൾ, അത് വെറും പാട്ടല്ലോ, വചനം തന്നെ അവർ പാടിയത്. അവരോടെല്ലാം ഉള്ള സ്നേഹത്തിന്റെ കടം അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു സീനിയർ മിഷണറി 1983 ഗഡ്വാളിൽ, മലപ്രദേശം. അപ്പൊ മലനിരകളൊക്കെ ഇങ്ങനെ ഒരു മല, അപ്പുറത്ത് വേറൊരു മല. ഞങ്ങളുടെ ഒരു മിഷണറി അവിടെ ചെന്നു. ആ പ്രദേശത്തിന്റെ ഒരു ടെറൈൻ, ഒരു ഭൂപ്രകൃതി രസമാണ്. ഒരു മലയിൽ നിൽക്കുന്ന ഒരാൾക്ക് അടുത്ത മലയിലേക്ക് നോക്കുമ്പോ ആ രണ്ട് വ്യക്തികൾ പറന്നു പോയാൽ അടുത്താണ്, പക്ഷെ തമ്മിൽ നടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടായി. ഇറങ്ങി താഴെ ചെന്ന് ആ ഒരു നീരൊഴുക്കിന്റെ അവിടെ ചെന്ന് വീണ്ടും കയറി. ഇപ്പൊ ഞങ്ങളുടെ ഒരു മിഷണറി അവിടെ ഒരു ഗ്രാമത്തലവൻ പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയി. ചെറിയൊരു കയറുകൊണ്ടൊക്കെ കെട്ടി. അന്ന് 83-ലാണ്. അന്ന് ബീഫ് തിന്നുന്നത് അങ്ങനെ വലിയൊരു വാർത്തയൊന്നുമല്ല. ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ ആള് വരുമ്പോ അവർക്ക് അങ്ങനെ ഒരു മുൻവിധി അന്നും ഉണ്ട്. ചോദിച്ചു, നീ പശുവിന്റെ ഇറച്ചി തിന്നു? പറഞ്ഞില്ല. ആടിന്റെ ഇറച്ചി ഇല്ല, കോഴിയുടെ ഇറച്ചി ഇറച്ചിയും തിന്നേല. മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ഇറച്ചി ഒന്നും തിന്നേല, അപ്പൊ ഉപദ്രവിക്കാൻ കാരണമൊന്നുമില്ല. എന്നാലും ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, അവൻ ആ മലയിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് അടുത്ത മലയിലേക്ക് ഓടി. ഓടാൻ മിടുക്കനായിട്ടുള്ളൊരു മിഷണറിയ 1983. അപ്പൊ ജനക്കൂട്ടം ഇങ്ങേ മലയിൽ നിൽക്കുന്നു, അവർക്ക് നേരെ മറ്റൊരു മലയിൽ അവൻ നിൽക്കും. അവിടെ നിന്ന് പരമാവധി ശബ്ദം എടുത്ത് അവൻ പറഞ്ഞു, പ്രഭു ഈശാ മസീഹ് ആമേൻ, ഏകമാത്രം ഉദ്ധാരകർത്താവേ, യേശു കർത്താവ് ഏക രക്ഷകൻ, അവൻ ക്രൂശിൽ മരിച്ചു, അവനെ സ്വീകരിച്ച ലക്ഷ വിഗ്രഹങ്ങൾ രക്ഷിക്കും. അറിയാവുന്നത് മുഴുവൻ വിളിച്ചു. എന്നിട്ട് ജീവനും കൊണ്ട് ഓടി. 1991 അവിടെ ഒരു മെഡിക്കൽ യൂണിറ്റ്, ഒരു മിഷണറി സംഘമായിട്ട് മറ്റൊരു മിഷൻ വന്നു. അവർ അനുഗ്രഹീത ശുശ്രൂഷ, ശിശു മരണനിരക്ക് കൂടിയ ആ ഗ്രാമങ്ങളിൽ അനുഗ്രഹീതമായ ഒരു സേവനം, അവർ സുവിശേഷം അറിയിച്ചു. അന്ന് ഓടിയ മിഷണറി പിന്നീട് ഒരു 15 വർഷങ്ങൾക്ക് ശേഷം അവിടെ മടങ്ങി വന്നപ്പോൾ 11ഓളം ആരാധനാ കൂട്ടങ്ങൾ അവർ ചിലര് ക്ഷമാപണത്തോടെ പറഞ്ഞു, അന്ന് നിങ്ങൾ വിളിച്ചു കൂടിയത് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. അതുപോലെ 83 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യം വചനം നൽകിയവർ അത് ഫലമായി അടുത്ത തലമുറയായി എത്ര അനുഗ്രഹമാണ്. അവരുടെ ആ സേവനങ്ങളൊക്കെ അനുഭവിപ്പാൻ ചില വംശാവലികൾ, അത് ദൈവകൃപ തന്നെയാണ്. ഇന്നും സുവിശേഷവുമായി അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ദൈവിക രാജ്യം ഭൂമി സ്ഥാപിതമായിടുവാൻ യാത്ര പോകണം. ലോകത്തിൻ സീമകളോളം ചെന്നു സാക്ഷ്യമേകുക നാം. വചനമാം പൊന്മുത്തുകൾ ഹൃദയേ വീണന്നാൽ ആത്മാവിൻ നൽഫലങ്ങൾ നിന്നിൽ വിളഞ്ഞിടും. വചനമാകെ നിൻ പദങ്ങൾ ചരിച്ചിടുമ്പോൾ ദൈവിക സമാധാനം നിന്നിൽ നിറഞ്ഞിടും. ദൈവിക രാജ്യം ഭൂവിൽ സ്ഥാപിതമായിടുവാൻ യാത്ര പോവുക നാം. ലോകത്തിൻ സീമകളോളം ചെന്നു സാക്ഷ്യമേകുക നാം. ഇന്ന് സായാഹ്നവും വചനം സാക്ഷിപ്പാനും യാത്ര ചെയ്യുവാനും അനേകരെ കർത്താവ് ബലപ്പെടുത്തുന്നല്ലോ. ഞാൻ വചനത്തിലേക്ക് വരികയാണ്.
ഒരു ചെറിയ ലേഖനത്തിലേക്കാണ് ഇന്ന് സായാഹ്നം വരാൻ ആഗ്രഹിക്കുന്നത്. യൂദായുടെ ലേഖനം. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ചില ലേഖനങ്ങളുണ്ട്. അതിലൊന്നാണ് യൂദായുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ പ്രധാന സന്ദേശം അവൻ behold he comes by the clouds, അവൻ മേഘാരൂഢനായി വരുന്നു എന്നല്ലേ. ആമേൻ. എന്നാൽ അതിനു മുൻപ്, അവന്റെ വരവിന് മുമ്പ് ആയുസാകുന്ന അവസരത്തിൽ വീണുപോകല്ലേ, വീഴാതെ വണ്ണം. യൂദായുടെ ലേഖനം അതിന്റെ ഒരധ്യായമേ ഉള്ളൂ. 24-ാം വാക്യത്തിന്റെ ഒരു ചെറിയ ഒരു പദം, ഒരു ഫ്രേസ്, ഒരു പ്രയോഗം, ഒരു ചെറിയ പദം മാത്രം ധ്യാനത്തിനായി എടുക്കുകയാണ്. 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അതിന് ബാക്കിയുള്ളത് സ്തോത്രം വിശാലമാണെങ്കിൽ ഇത് മാത്രം, വീഴാതെ സൂക്ഷിക്കുന്നു. അപ്പൊ ചിലർ ചോദിക്കും, ഇതെന്നാ പഠിക്കാൻ? വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ കട്ടിയുള്ള ഒരു പദമാണ്. ഓടുന്ന ഒരാൾ ലക്ഷ്യത്തിൽ ചെല്ലുന്നതിന് മുമ്പ് വീഴല്ല. പടക്കളത്തിൽ ഒരാൾ വീഴല്ല. സ്തോത്രം. ചുമതലകളിൽ വീഴ്ച പാടില്ല, സാക്ഷ്യത്തിൽ വീഴ്ച പാടില്ല. സ്തോത്രം. ദുശീലങ്ങളിൽ വീഴരുത്, ശത്രുവിന്റെ തന്ത്രങ്ങളിൽ വീഴരുത്, വീഴാതെ വണ്ണം. സ്തോത്രം. കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പാടുമ്പോഴും വീഴരുത് എന്നൊരു മുന്നറിയിപ്പില്ലയോ? കുരിരുൾ നീക്കാൻ നിധിയും സൂര്യ പൊൻകാതിൽ വീശി നീ വാനിൽ വരും വരെ വീഴാതെ നിൽക്കുവാൻ നീ കൃപ ചെയ്യണേ എന്നാത്മനായകനേ. കണ്ടോ? ആമേൻ. അവൻ വരുന്നു, പക്ഷേ ആമേൻ വീഴാതെ നിൽക്കണം. അപ്പൊ വീഴരുത്, വീഴാതെ നിർത്തുന്ന ഒരുവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഇന്ന് സായാഹ്നം കർത്താവേ, എന്റെ ശിഷ്ടായി വീഴാതെ നിൽക്കണം എന്ന് വാഞ്ചയോടെ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ വലങ്കരം ഉയർത്തി. ഹല്ലേലൂയ. എന്റെ തലമുറകൾ വീഴരുത്, എന്റെ വംശാവലി വീഴരുത്. സ്തോത്രം. ആമേൻ. യൂദായുടെ ലേഖനം വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുൻപ് 25 വാക്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇത് തമിഴ്നാട്ടിൽ പുതിയ കൂട്ടങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട് ഈ പുസ്തകം. ഇതിലെ പ്രധാന ഭാഗങ്ങൾ. ഈ പുസ്തകത്തിന് ഒരു കുഴപ്പമുണ്ട്. ചിലരിത് പഠിക്കാൻ തുടങ്ങുമ്പോ അതിന്റെ 6-ാം വാക്യവും 9-ാം വാക്യവും ഒക്കെ എടുത്ത് അതിനോടൊരു കൗതുകം തോന്നി പ്രധാന കാര്യങ്ങൾ മറന്നുപോകും. പ്രധാന സന്ദേശം കൈവിട്ടു. 6-ാം വാക്യത്തില് ദൂതന്മാരുടെ ന്യായവിധി, 9-ാം വാക്യത്തില് മീഖായേലും പിശാചും തമ്മിൽ ഒരു തർക്കവാദം, വിഷയം മോശയുടെ കാണാതെ പോയ ശവം. ഇതൊക്കെ പ്രധാന വിഷയമാണ്. പ്രധാന വിഷയം വീഴരുത്. ഇപ്പൊ യൂദയുടെ പുസ്തകം അതിന്റെ ആമുഖം പരിചയമില്ലാത്തവർക്ക് അതൊന്ന് പെട്ടെന്ന് ഞാൻ പറയാം. വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്, നമ്മുടെ പ്രാണന്റെ ഉടയവനായ യേശു കർത്താവ്, കർത്താവിന് സഹോദരങ്ങൾ, അതായത് മറിയയിൽ യോസഫിൽ ആ കുടുംബത്തിൽ ജനിച്ച സഹോദരങ്ങൾ 6 അതിലധികമോ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 4 സഹോദരന്മാരെ കുറിച്ച് പറയുന്നു മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. മർക്കോസ് 6:3. ഹാഫ് ബ്രദേഴ്സ് ഓഫ് ജീസസ്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിലാണ് മറിയയിൽ ഉളവായത്. അപ്പോൾ യോസഫിലും മറിയയിലും ജനിച്ച അവരുടെ ലിസ്റ്റ് 6:3. യാക്കോബ്, യോസെ, ശീമോൻ, യൂദ. സഹോദരന്മാരധികം സഹോദരിമാരില്ലേ? അപ്പൊ സഹോദരിമാർ എന്ന് പറയുമ്പോ ബഹുവചനാണ്, 2 അതിലധികം. അപ്പൊ 4 സഹോദരൻ. മർക്കോസ് 6:3 യേശു കർത്താവിന്റെ പാതി സഹോദരന്മാർ എന്നവരെ വിളിക്കുന്ന ഹാഫ് ബ്രദേഴ്സ്. അവരുടെ പേരെന്തൊക്കെയാണ്? യാക്കോബ്, യോസെ, ശീമോൻ, യൂദ. പിന്നെ സഹോദരിമാർ, അവരുടെ പേര് പറഞ്ഞിട്ടില്ല. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ ഈ സഹോദരന്മാരാരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്ന് വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇവരാരും, ഈ 4 പേരും
യാക്കോബോ, യൂദായോ, യോസയോ, ശീമോനോ ഒന്നും വിശ്വസിച്ചില്ല എന്ന് യോഹന്നാൻ 7:5. എന്നായിരിക്കും അവരുടെ ജീവിതത്തിൽ ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ച് ഒരുപക്ഷെ യോസഫിന്റെ മരണശേഷം ആ 30 വയസ്സുവരെ തങ്ങളുടെ കുടുംബത്തിന്റെ ആ ഒരു ഭാരമേറ്റ സ്നേഹനിധിയായി ജ്യേഷ്ഠൻ ഇവൻ ദൈവമായിരുന്നു എന്ന വെളിപ്പാട് എന്നാ കിട്ടിയത്? യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് വായിക്കാം. 1 കൊരിന്ത്യർ 15:7 ആ ഒരു വഴിത്തിരിവിന്റെ സംഭവം വായിക്കുന്നു. 1 കൊരിന്ത്യർ 15:7 അവിടെ വായിക്കുന്നു. അനന്തരം 15:7 1 കൊരിന്ത്യർ അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി ഉയർത്തെഴുന്നേറ്റ ആമേൻ സ്തോത്രം. ആത്മശരീരിയാൽ ഉയർത്തെഴുന്നേറ്റ അടഞ്ഞ വാതിലിനകത്തു വന്ന് ആമേൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു വന്ന് ശക്തീകരിച്ച യേശു കർത്താവിന്റെ വെളിപ്പാട് യാക്കോബിന് പ്രത്യേകം പറഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ യൂദായ്ക്കും സഹോദരന്മാർക്കും ഒക്കെ പ്രത്യക്ഷനായി. ആമേൻ. പിന്നെ ആദ്യത്തെ പ്രാർത്ഥനാ യോഗം അപ്പോസ്തല പ്രവൃത്തികൾ, അവിടെയുള്ള അറ്റൻഡൻസ് ആരൊക്കെ വന്നു എന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1:14. അപ്പോസ്തല പ്രവൃത്തികൾ 1:14 ആ മാളിക മുറി യെരൂശലേമിൽ വന്നവർ ആരൊക്കെയാണ്? അപ്പോസ്തല പ്രവൃത്തി 1:14 ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ടു. പിന്നെ തുടർന്ന് ലേഖനങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ സഹോദരന്മാർ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിന്റെ ആമുഖം അങ്ങനെ നിർത്തുക. യേശു കർത്താവിന്റെ പാതി സഹോദരന്മാർ, അതിൽ 4 പേരിൽ യാക്കോബ്, യോസെ, ശീമോൻ, ആമേൻ, യൂദ, ഈ 4 പേരിൽ 2 പേർ ലേഖനം എഴുതി. യാക്കോബ് എഴുതി യാക്കോബിന്റെ ലേഖനം, യൂദ എഴുതി അതാണ് ഈ 25 വാക്യം. യോസയും ശീമോനും എഴുതി എന്ന് ചില ട്രഡീഷൻസ് പറയുന്നു. അത് നഷ്ടപ്പെട്ടു എന്നും പറയും. ഏതുമാകട്ടെ, ഇതാ യൂദ എഴുതുക. തന്റെ സ്നേഹനിധിയായ ജ്യേഷ്ഠൻ ആമേൻ ദൈവമായിരുന്നു എന്ന് വെളിപ്പെട്ടപ്പോ എഴുതുക. ആദ്യം പേന എടുത്ത് എന്തിനാണെന്നറിയാം? ഒരു 1-ാം തരം സുവിശേഷം എഴുതാൻ. അതവിടെ പുള്ളി പറയുന്നു, ഞാന് ഈ ലേഖനം എഴുതാൻ ആത്മപ്രേരിതനായി ഇരിക്കുക. എന്റെ ആഗ്രഹം ഒരു സുവിശേഷം എഴുതണം. സുവിശേഷത്തിന്റെ വിഷയം ആമേൻ മുഖപക്ഷമില്ലാതെ ജനറൽ സാൽവേഷൻ, പൊതുവിലുള്ള രക്ഷ എന്ന വിഷയത്തെ ഊന്നി യേശു കർത്താവിന്റെ ജീവിതം ആമേൻ ഒരു സുവിശേഷമായി എഴുതണമെന്ന് ആഗ്രഹം. 3-ാം വാക്യം, യൂദായുടെ ലേഖനം 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ സകല പ്രയത്നവും ചെയ്തു. എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചൊരുങ്ങി, കടയിലെ കടലാസും പേനയിലൊന്നും മേടിക്കാൻ കിട്ടുകയില്ല, മഷി ഒരുക്കണം, ആമേൻ ഉണങ്ങിയ ചൂട് ഒരുക്കണം, അതിന്റെ പ്രയത്നം എല്ലാം ചെയ്തു. അങ്ങനെ വന്നപ്പോ സ്തോത്രം, പെട്ടെന്ന് ദൈവാത്മാവ് അവന്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം കൊടുത്തു. അവന്റെ വിഷയം മാറുക. അവന്റെ വിഷയം മാറിയത് എന്താ? വിശുദ്ധന്മാർക്ക് 3-ാം വാക്യം ഒരിക്കലായി പ്രധാന പദമാണ്. ഭരമേൽപ്പിച്ച വിശ്വാസം ഒരിക്കലായി, നോ അപ്ഡേഷൻ. ഇതിന് തിരുത്തില്ല. അറിയിച്ച സുവിശേഷത്തിന് പ്രമാണങ്ങൾക്ക് തിരുത്തില്ല. ഒരിക്കലായി ഭരമേൽപ്പിച്ച ആമേൻ വിശ്വാസം, ആ സുവിശേഷത്തിലെ വിശ്വാസം. എന്നിട്ടൊരു പദമുണ്ട്, അതിനായി പോരാടണം, അതിനായി പ്രബോധിപ്പിച്ച് എഴുതണം. അതിൽ ഒരിക്കലായി എന്ന പദവും പ്രബോധിപ്പിച്ചെഴുതി എന്ന പദവും ശ്രദ്ധിക്കണം. എന്താ പ്രബോധിപ്പിച്ചെഴുതുക? അത് ആമേൻ ഒരു മിലിറ്ററി ഭാഷയാണ്. പ്രബോധിപ്പിച്ചെഴുതുക വെറും എക്സോർട്ടേഷൻ അല്ല. സ്തോത്രം. ലൈക്ക് എ കമാൻഡർ ഗിവിംഗ് കമാൻഡ് ടു ഹിസ് ആർമി, ഒരു പടത്തലവൻ തന്റെ പടയാളികൾക്ക് എങ്ങനെ കൽപ്പന കൊടുക്കുന്നു, ആ ഭാഷയാണ് പ്രബോധിപ്പിച്ച് എഴുതുക. എങ്ങനെ മിലിറ്ററി ഭാഷ. ആമേൻ. പടക്കളത്തിൽ തോക്കുമായിട്ട് പടയാളികളെ നിൽക്കുക. അപ്പൊ കമാൻഡർ എന്തോ പറയും? നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആ സാധനത്തിന്റെ പേരാണ് തോക്ക്. അതിനകത്ത് വെടിയുണ്ടോന്ന് നോക്കണം. എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് തോക്കിന്റെ താഴെ ഒരു സാധനം ട്രിഗർ, കാഞ്ചി. ഉന്നം തെറ്റിപ്പോല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഉന്നം നോക്കി കാഞ്ചി വലിക്കണം. തെറ്റിപ്പോരുത്. അടുത്ത് നിൽക്കുന്ന അയൽവക്കക്കാരൊക്കെ ചത്തുവോ? എങ്ങനെയാണോ?
ഒറ്റ പദമുള്ളല്ലേ, ഹ്രസ്വമാണല്ലേ. അതാണ് കമാൻഡ്. 25 വാക്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചില വാക്കുകൾ ഹ്രസ്വം. സ്തോത്രം. ഹല്ലേലൂയ. മിലിറ്ററിയിലോ എൻസിസിയിലോ ഒക്കെ ചവിട്ടിയവർക്ക് അറിയാം, ദീർഘമല്ല ആമേൻ പട്ടാള ഭാഷ. ആമേൻ പുറംതിരിഞ്ഞിരിക്കണം. ഒറ്റ വാക്യമുള്ളല്ലേ, ഒറ്റ വാക്യമുള്ളല്ലേ. നിങ്ങൾ നിൽക്കുകയല്ലേ, നമ്മൾ ദോശ തിരിച്ചിടുന്നത് പോലെ നിങ്ങൾ അങ്ങനെ ഒറ്റ വാക്യം. അപ്പോ ഇതിനകത്തെ വാക്കുകൾ പ്രധാനമാണ്. അപ്പൊ വീഴാതെ വണ്ണം, അപ്പൊ അത് പ്രധാനമാണ്. അപ്പോൾ ആമേൻ ഇതിനകത്ത് ആമേൻ പ്രധാനമായി ഇന്ന് എടുക്കാനുള്ള ചിന്ത, വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 6 തരം വ്യക്തികൾ നിങ്ങളെ സ്വാധീനിക്കരുത് എന്ന് പറയുന്നു. അത് ആമേൻ യൂദായുടെ ലേഖനം സ്തോത്രം അതിന്റെ 12-13 വാക്യങ്ങളിലാണ് 6 types of personalities. 6 തരം വ്യക്തികൾ നിങ്ങളെ സ്വാധീനിക്കരുത്. ഈ 6 തരം വ്യക്തികളുടെ സ്വഭാവം നിങ്ങൾക്കും വരാൻ പാടില്ല. ആമേൻ. അതങ്ങനെയുള്ള വ്യക്തികൾ സ്വാധീനിക്കാത്തത് കൊണ്ടാണ് ഈ 83 വർഷം ഈ പ്രാർത്ഥനാ സംഘം വഴി നടന്നു വന്നത്. ഹല്ലേലൂയ. മുന്നറിയിപ്പാണ്, വീഴാതിരിക്കണം. ഈ 6 സ്വഭാവങ്ങൾ 12-ാം വാക്യത്തിൽ 4 സ്വഭാവങ്ങൾ, 13-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം ആമേൻ 2 സ്വഭാവങ്ങൾ, 4-2 പറഞ്ഞത് വായിക്കാം. ഈ വാക്യങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരെ വിമർശിക്കാനല്ല, ഒരു സ്വയം വിമർശനവും മുന്നറിയിപ്പുമാണ്. ചിലര് യൂദായുടെ ലേഖനം 12-13 ഒക്കെ പഠിച്ചേച്ച് പറയും സാക്ഷ്യത്തിന്റെ സമയത്ത്, എന്റെ അമ്മായിയമ്മ ഒരു വക്രഗതിയുള്ള നക്ഷത്രം. അനാവശ്യമായിട്ടൊക്കെ വചനം ഉപയോഗിച്ചാലുള്ള കുഴപ്പമില്ല. എന്റെ അമ്മായിപ്പനെ കൊറോണ പനി വന്നു, അതിനുശേഷം സ്ട്രോക്കും വന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, രണ്ടൊരു ചത്ത ഫലമില്ലാത്തൊരു വൃക്ഷമാണ്. ഇതിൽ നിന്ന് വരുന്നതാണ്. ഇത് ശക്തമായ മുന്നറിയിപ്പും ചില വ്യക്തികളോട് എങ്ങനെ വേറിട്ട് നിൽക്കണം, അല്ലെങ്കിൽ വീണുപോകും നിങ്ങളും നിങ്ങളുടെ തലമുറകളും എന്നുള്ള മുന്നറിയിപ്പാണ്. അപ്പൊ ആമേൻ വായിക്കുന്നു യൂദായുടെ ലേഖനം 12-13 നുഴഞ്ഞു കയറിയവരെ കുറിച്ചാണ്. ആമേൻ. അല്ലെങ്കിൽ ദുരുപദേശക്കാരെ കുറിച്ചാണ് 12-13. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ, സ്നേഹസദ്യയിൽ എന്തോ വിളമ്പുണ്ട്, പ്രധാനമായിട്ട് സ്നേഹമാണ് വിളമ്പുണ്ടല്ലേ. ഇവര് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ, ഹിഡൻ റീഫ്സ് അല്ലെങ്കിൽ ഷാർപ്പ് റോക്സ്, സ്നേഹസദ്യയിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ എന്ന് പറഞ്ഞിരിക്കും. പിന്നെ നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ ആമേൻ തങ്ങളെ തന്നെ എന്ന് തിരുത്തി വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങളെ തന്നെ, they feed themselves. അവർ വിരുന്നിൽ തങ്ങളെ തന്നെ തീറ്റുന്നു. ആമേൻ. Shepherds feeding themselves. ചില ഇടയന്മാർ ആടിനെ തീറ്റാതെ സ്വയം തിന്നുന്നു. ആ അർത്ഥത്തിലാണ് അവര് ആമേൻ സ്തോത്രം സ്വാർത്ഥതയോടെ തങ്ങളെ തന്നെ ആമേൻ തീറ്റുന്നു. ഇനി 13 ആമേൻ 12-ാം വാക്യം, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. കാർമേഘം വലിയൊരു പ്രത്യാശയല്ലേ, മഴ, പക്ഷെ വെള്ളമില്ല. വെള്ളമില്ലാത്ത മേഘങ്ങൾ താഴെയൊന്നുമില്ല, മേളിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ വെള്ളമില്ല. എന്താ വെള്ളമെന്ന് മനസ്സിലാണ്. ഇനി ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ആമേൻ. റൂട്ട്ലെസ്, സോ ഫ്രൂട്ട്ലെസ്. വേരില്ല, ക്രിസ്തുവിൽ വേരിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഫലമില്ല. ഇനി അതിന്റെ 13-ാം വാക്യം, ഈ തിരകൾക്കൊരു ഒരു ത്രോയിങ് കപ്പാസിറ്റി ഉണ്ട് അല്ലെ, ഒരു ഫോഴ്സ് ഉണ്ട്. പക്ഷെ 13-ാം വാക്യം, അവരെന്തോ നുരച്ചു തള്ളുന്നത്, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. ഇനി സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രം. 6 കാര്യം പറഞ്ഞു. ആമേൻ. ഇതിനകത്ത് മനസ്സിലാകേണ്ടത് അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകണം. സ്തോത്രം. പിന്നീട് ഇത് വീണ്ടും വായിക്കും.
വായിക്കുന്നു, സ്തോത്രം, സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറ. ഒരുപക്ഷെ ഇത് എഴുതിയപ്പോൾ ഈ യൂദായുടെ ലേഖനത്തോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു അധ്യായമുണ്ട്. അത് 2 പത്രോസ് 2-ാം അധ്യായം. 2 പത്രോസ് 2-ഉം യൂദായും കൂടെ വായിച്ചാൽ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ഒരു ചർച്ച ചെയ്തിട്ട് എഴുതിയതുപോലെ തോന്നും. ചിന്തകൾ അതുപോലെ. പത്രോസ് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് വായിക്കാം. 2 പത്രോസ് 2:13. നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോട് കൂടെ 2:13 2 പത്രോസ് വിരുന്ന് കഴിഞ്ഞ് മുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും. സ്തോത്രം. ഒരുപക്ഷെ പത്രോസ് ഇത് എഴുതിയപ്പോ അവന്റെ ഉള്ളിൽ വിരുന്നിൽ വന്ന് അകത്ത് കളങ്കവുമായി സ്നേഹം നടിച്ച് ഒറ്റിക്കൊടുത്ത യൂദായുടെ ചിത്രം കാണുമായിരിക്കും. പക്ഷെ ഇത് എന്താണ് ഈ മറഞ്ഞു കിടക്കുന്ന പാറകളെന്ന് മനസ്സിലാണ്. 2 കാര്യം ഓർക്കണം. അക്കാലത്ത് കടൽപ്പുറത്ത് ഒരു ഈ വാക്കിംഗ് ആൻഡ് ഡൈനിങ് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഈ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വിശുദ്ധ സംസർഗത്തിൽ നിന്ന് കഴിക്കുന്ന ചെറിയ റൊട്ടിയല്ല. യഹൂദ സംസ്കാരത്തിൽ നീണ്ട ബ്രെഡ്, അതും അത് പാചകം ചെയ്ത് ഉണങ്ങിയ നീണ്ട മീനും ഒക്കെ ആയിട്ട് ഒരുമിച്ച് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ഒരു വിരുന്നുണ്ട് സാധാരണക്കാരുടെ ഇടയിൽ. അപ്പൊ മണൽപ്പുറത്തൂടെ നടക്കുക, മണലിൽ മറഞ്ഞ ബ്ലേഡ് പോലിരിക്കുന്ന ചില പാറക്കഷ്ണങ്ങളുണ്ട്. ഉപ്പുരസം ചേർന്ന മണലും കൂടെ ആയാൽ കാല് മുറിഞ്ഞാൽ അത് എത്ര ഭയങ്കരമല്ലേ. മറഞ്ഞു കിടന്ന പാറ അറിഞ്ഞില്ല. സ്നേഹത്തിന്റെ സദ്യ കഴിച്ച് ഒരുമിച്ച് നടന്നതാണ്. സഹയാത്രികരാണ്. ഇങ്ങനെ ചില പറ്റും കേട്ടോ. സഹയാത്രികരായി വന്ന് സ്നേഹിച്ച്, ഹല്ലേലൂയ, പിന്നെ സ്നേഹത്തിന്റെ മുറിവുകൾ, വഞ്ചനകൾ, നിന്ദകൾ, സ്തോത്രം, എത്രയോ ആളുകളാ തകർന്നു പോയത്. മറഞ്ഞിരിക്കുന്ന പാറകൾ അറിഞ്ഞില്ല സ്നേഹസദ്യകൾ. സ്തോത്രം. ഒരു കാര്യം കൊണ്ടൊന്ന് ഓർപ്പിക്കാം. ഈ കപ്പൽ യാത്ര, പടകുകൾ പോകുമ്പോൾ, പരിചയമില്ലാത്ത ജലപാതകളിലൂടെ പോകുമ്പോൾ ചില ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളുണ്ട്. ആ കപ്പൽ തകർത്ത് കളയുന്ന ചില മറഞ്ഞിരിക്കുന്ന പാറകൾ ചില സ്നേഹയാത്രകളാണ്. സ്തോത്രം. വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്നൊക്കെ തിമോഥെയോസ് പറഞ്ഞത് 1 തിമോഥെയോസ് 1:19. സ്തോത്രം. വഞ്ചിക്കുന്ന ബന്ധങ്ങൾ എന്നൊരൊറ്റ വാക്ക് ഇത് വർണ്ണിക്കാം. സ്നേഹം നടിച്ച് വഞ്ചിക്കുന്ന ബന്ധങ്ങൾ എത്രയോ തലമുറകളാണ് അല്ലെ ഇതേയായിപ്പോയത്. പരിചയം വളരുന്നു, പിന്നെ അതൊരു ടോക്സിക് റിലേഷനായി തമ്മിൽ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് ചാകുന്നു ഇല്ലേ. റാന്നിയിലെ 2 കുഞ്ഞുങ്ങൾ മരിച്ചത് അറിയാം നിങ്ങൾക്ക്. അത് അവര് ബാംഗ്ലൂര് നഴ്സിംഗിന് പോയി. CCTV ദൃശ്യങ്ങളിൽ അവര് തമ്മിൽ ചേർന്ന് നിന്ന് ഓടി രക്ഷപ്പെടാതെ അവിടെ വില പിടിച്ചു നിന്ന് ആദ്യത്തെ വർഷം ഒരുമിച്ച് സ്നേഹിച്ച് നടന്ന് പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറഞ്ഞ് 2 കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക ബാധ്യത. ആ പെൺകുട്ടി റാന്നിക്കാരി, ചെറുക്കൻ തിരുവല്ലക്കാരനാണ്. പക്വതയില്ലാത്ത സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്താലുള്ള വഞ്ചനയുടെ ഒരു കാലമാണ്. യഥാർത്ഥ സ്നേഹമായ, വഞ്ചിക്കാത്ത സ്നേഹമായ യേശു സ്നേഹം മാത്രമല്ല. If Jesus becomes your immediate relative, he will filter your relations. സ്നേഹനിധിയായ കർത്താവ് ബന്ധങ്ങളെ വിവേചിപ്പാൻ, സ്നേഹത്തെ വിവേചിപ്പാൻ, സ്നേഹത്താൽ തകർക്കപ്പെടാതെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം കൃപ നൽകും. സ്നേഹസദ്യകളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ. അപകടം വരുത്തുന്ന സ്നേഹബന്ധങ്ങൾ, ഡിസെപ്റ്റീവ് റിലേഷൻസ്. അതൊരു ഒരു തലക്കെട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ. 2 നിങ്ങളോട് കൂടെ 12-ാം വാക്യമാണ്. വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ തങ്ങളെ തന്നെ, ഞാൻ പറഞ്ഞത് തിരുത്തി വായിക്കുന്നത് നല്ലതാണ്, ഫീഡിങ് ദംസെൽവ്സ്, മെന്റേഴ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് പരിചയമല്ലേ. ഒരു വളർന്നു വരുന്ന സമൂഹത്തെ അവർക്ക് ആവശ്യം വേണ്ടത് നൽകി, വചനം നൽകി, തിരുത്തി ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്ന മെന്റേഴ്സ്, ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ തെറ്റായ ഉപദേഷ്ടാക്കന്മാർ വന്നാലും, സ്വാർത്ഥതയുള്ള ഉപദേഷ്ടാക്കന്മാർ വന്നാലും, തീർച്ചയായിട്ടും യൂദ ഇത് എഴുതുമ്പോൾ
തന്റെ ഉള്ളില് യെഹെസ്കേലിന്റെ പുസ്തകം, അതായത് ആമേൻ തീർച്ചയായും ഈ എബ്രായ ബാലന്മാർ എബ്രായ സംസ്കാരത്തിൽ വളർന്നുമ്പോൾ പഴയ നിയമമൊക്കെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34:3 മുതൽ 6 വരെ ഇതിന്റെ ഒരു വർണ്ണനയുണ്ട്. ആമേൻ സ്വാർത്ഥന്മാരായ ഇടയന്മാരെ കുറിച്ച്. ആമേൻ റോങ് മെന്റേഴ്സ്. നിങ്ങൾ ഇവിടെ ഉള്ളത് ശരിയായ ഉപദേഷ്ടാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ്. എന്നാൽ മറ്റു ചില ഉപദേഷ്ടാക്കന്മാരുണ്ട്, തങ്ങളെ തന്നെ തിരിച്ചുന്ന അവരുടെ ലക്ഷണം വായിക്കുക. യെഹെസ്കേൽ 34 അതിന്റെ 3 മുതൽ 3, 4 ഒക്കെ വായിക്കുക. നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നില്ല. 4-ാം വാക്യം. ബലഹീനമായതിനെ ശക്തീകരിക്കുന്നില്ല. യെഹെസ്കേൽ 34:4. ദീനം പിടിച്ചതിനെ ചികിത്സിക്കുന്നില്ല. ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുന്നില്ല. ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുന്നില്ല. യെഹെസ്കേൽ 34:4. കാണാതെ പോയതിനെ അന്വേഷിക്കുന്നില്ല. കഠിനതയോടെ ക്രൂരതയോടെ ഭരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. തെറ്റായ ഉപദേഷ്ടാക്കന്മാർ, വേദനിപ്പിക്കുന്ന റോങ് ക്യാരക്ടർ ഫോർമേഷൻ, തെറ്റായ സ്വഭാവ രൂപവൽക്കരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആമേൻ യൗവനക്കാർ ഇന്ന് വീഴുന്നതിന്റെ ചില കാരണം ഇന്നലെ കിട്ടിയ തള്ള, ഇന്നലെ കിട്ടിയ ഉണ്ട. ഹല്ലേലൂയ. റോങ് മെന്റേഴ്സ്, ദിശ തെറ്റിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ. ആത്മീയരെന്ന് തോന്നുന്നു, ദുരുപദേഷ്ടാക്കന്മാർ. ഹല്ലേലൂയ. മൂന്നാമത് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. സ്തോത്രം. 12-ാം വാക്യം. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, empty clouds moving across the sky. മഴ തരാത്ത മഴമേഘങ്ങൾ, മഴ തരാത്ത മേഘങ്ങൾ. ചോദ്യം, മഴ, മഞ്ഞ്, ഇതൊക്കെ വചനത്തിൽ എന്തിന്റെ സൂചന? പഴയ നിയമത്തിൽ ആവർത്തനം വായിക്കുക. ആവർത്തനം 32:2. മഴ, മഞ്ഞ്, ഇത് എന്തിന്റെ സൂചന? ദൈവവചനത്തിന്റെ സൂചനയാണ്. ആമേൻ. 32:2. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. ആവർത്തനം 32:2. എന്റെ വചനം മഞ്ഞു പോലെയും ഇളംപുല്ലിൽ പൊടിമഴ പോലെയും സസ്യത്തിന്റെ മേൽ മാരി പോലെയും. കണ്ടോ? ഇളംപുല്ലിന്റെ മേൽ പൊടിമഴ. കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് വലിയ തിയോളജി എന്ന് പറയും. ആമേൻ. വചനത്തിൽ കുറച്ചുകൂടെ വളർന്നാൽ കുറച്ചുകൂടെ ആഴം പറയാം, അല്ലേ? ഇളംപുല്ലിന് പൊടിമഴ. ആമേൻ. വലിയ സസ്യങ്ങൾക്ക് ആമേൻ സ്തോത്രം വലിയ മാരി. വ്യക്തികളെ അറിഞ്ഞ് വചനം കൊടുക്കാനൊക്കെ അതിന് ദൈവം ചിലരെ ഉയർത്തിയിട്ടുണ്ട്. മേഘം ഉയർന്നൊരവസ്ഥയിൽ അത് ശലോമോൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അത് ആമേൻ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ആദ്യം വായിക്കാം. എങ്ങനെയാണ് ആദ്യം മേഘം ഉയർന്നു പോയത്? അതിന്റെ സയൻസ് എന്താണ്? ഇയ്യോബ് 36. ഇയ്യോബ് 36 അതിന്റെ 27, 28. അവൻ ഉയരത്തിൽ നിന്ന് നീർത്തുള്ളിയെ ആകർഷിക്കുന്നത് ആവിയായിട്ട് പോകുന്ന പറഞ്ഞത്. അതിന്റെ സയൻസ് ആ പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 36, 27, 28. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. 36, ഇയ്യോബ് 36, 27, 28. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവന്റെ ആവിയാൽ അത് മഴയായി പെയ്യുന്നു. മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മനുഷ്യരുടെ മേൽ ധാരാളമായി അത് പെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഉയർന്നു. ചില വ്യക്തികളെ ദൈവം ഉയർത്തി മേഘം പോലെ. ഹല്ലേലൂയ. വചനം കൊടുക്കാതെ ചില ദേവാലയങ്ങളിലൊക്കെ വചന ധ്യാനങ്ങൾ എത്ര ഭയങ്കരമല്ലേ? They confuse. ആന തടി വലിക്കുന്നു, പക്ഷെ വീടി വലിക്കുന്നില്ല. കാര്യമുള്ളൂ. ഓസോൺ പാളിയിൽ വിള്ളൽ. ഇന്നത്തെ യുവജനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഇപ്പൊ പുതിയൊരു രോഗമുണ്ട്, പരിസ്ഥിതി ദൈവശാസ്ത്രം. അവിടെ കുഞ്ഞുങ്ങൾ കൂടി വരുമ്പോ യുവജന സമ്മേളനങ്ങളൊക്കെ പരിസ്ഥിതി ദൈവശാസ്ത്രം. എന്നോട് പറഞ്ഞു, ബ്രദറെ പരിസ്ഥിതി ദൈവശാസ്ത്രം പ്രസംഗം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം പരിസ്ഥിതി ദൈവശാസ്ത്രം. കുരിശിന്റെ നിഴലിൽ നിന്ന് കപ്പയുടെ മൂട്ടിലുണ്ട്. അതാണ് റോങ് തിയോളജീസ്. ഉയർത്തി മേഘങ്ങളെ പോലെ. എന്തിന് ദൈവം ഉയർത്തി? സ്തോത്രം. വചനം കൊടുക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. അവര് കൊടുക്കുന്നതോ അവൻ മഴയില്ലാത്ത മേഘങ്ങളെ പോലെ വെറുതെ നീങ്ങുക. യെശയ്യാവിലെ ഒരു വാക്യം കൊണ്ട് പോയി. യെശയ്യാവ് 55. യെശയ്യാവ് 55, 10-11.
മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യും, ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കും. ഫ്രൂട്ട്ഫുൾ. 55:10 യെശയ്യാവ്. എന്റെ വായിൽ നിന്ന് വരുന്ന വചനം സ്തോത്രം അയച്ച കാര്യം സാധിപ്പിക്കും. ഫലം ഉളവാക്കുന്ന വചനം നൽകുവാൻ ഭാഗ്യസ്ഥരാണ് ആത്മീയമായി ദൈവം ഉയർത്തിയവർ. അല്ലെങ്കിൽ ദൈവം ചോദിക്കും. രക്ഷയെ കുറിച്ച്, വരവിനെ കുറിച്ച്, ശുദ്ധീകരണത്തെ കുറിച്ച്, ആമേ സ്തോത്രം മാറ്റമില്ലാത്ത സുവിശേഷത്തെ കുറിച്ച്, ആമേ സുവിശേഷ മേഖലയെ കുറിച്ച്. ശലോമോൻ ഒരിക്കൽ പറയാ, ചിലരെ ഉയർത്തും സ്തോത്രം, അവർക്ക് നല്ല ദാനങ്ങളെയൊക്കെ കൊടുക്കും. അവരാ ദാനങ്ങളിലും പദവിക്കൊക്കെ പ്രശംസിച്ച് വെറുതെ ഇരിക്കും. വായിക്കാൻ നമുക്കത് സദൃശ്യവാക്യം. ശലോമോൻ പറയാം 25, സദൃശ്യവാക്യം 25, അതിന്റെ 14-ാം വാക്യം. സദൃശ്യവാക്യം 25:14. ദാനങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നവർ മഴയില്ലാത്ത മേഘം പോലെയും ആമേൻ കാറ്റ് പോലെയാണ്. മഴയില്ലാത്ത മേഘം 25:14. മഴയില്ലാ മേഘം പോലും ദാനങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു, ദാതാവിനെ ഓർക്കുന്നതേയില്ല. ഒന്ന് കൂടെ നടന്ന് മുറിവ് നൽകുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. 2 ദിശ തെറ്റിക്കുന്നത്. ആമേൻ സ്തോത്രം. ഉയർച്ച ലഭിച്ചിട്ടും വചനം നൽകാത്തവർ. 4 ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും 2 ചത്തും വേരറ്റുപോയ വൃക്ഷങ്ങൾ. വേരറ്റു, പ്ലക്ഡ് ഫ്രം ദ റൂട്ട്. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? വേര് പറിച്ചു കളഞ്ഞതുപോലെ പിന്നെയും ഒരു കൃപയുടെ പെരുമഴ തന്നു, 2ാമതൊരു ഊഴം കൂടെ തന്നു. എന്നാൽ 2ാമത്തെ വട്ടവും ഹല്ലേലൂയ സ്തോത്രം ഫലമില്ലാതെ വേരറ്റു പോയാലും 2ാമൂടെ ക്രിസ്തുവിൽ വേരൂന്നണം, ഫലം പ്രാപിക്കണം. ബി ഫ്രൂട്ട്ഫുൾ. ഹല്ലേലൂയ സ്തോത്രം. ഫലം എന്നതിന്റെ നിർവചനം പലവട്ടം പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. എന്താണോ ഫലം? പണ്ട് ഞങ്ങളുടെ ഒരു അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ ഒരു പ്രാർത്ഥനാ കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബൈബിൾ സ്റ്റഡി. ഞാൻ ചോദിച്ചു, എന്താണ് ഫലം? അപ്പോ ഒരു അമ്മച്ചി പറഞ്ഞു, മോനെ ഫലം എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ തേങ്ങ, മാവിന്റെ മാങ്ങ. റോസ ചെടിയുടെ ഫലം എന്താണ്? പൂവാണല്ലേ. റബ്ബറിന്റെ ഫലം കറ അല്ലെ. തേക്കുമരത്തിന്റെ ഫലം എന്താണ്? തടി അല്ലെ. മരച്ചീനിയുടെ ഫലം കിഴങ്ങ്. കറിവേപ്പിന്റെ ഫലം എന്തോ ഇല്ല. നട്ടവൻ എന്ത് ഉദ്ദേശിച്ചു അതാണ് ഫലം. ഹല്ലേലൂയ സ്തോത്രം. ഫലം വേരൂന്നണം, ഫലം ലഭിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ മുൻ തലമുറ വേരൂന്നി, അതിന്റെ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലെ നന്മ. നിങ്ങൾ വേരൂന്നിയില്ലെങ്കിൽ അടുത്ത തലമുറ വിഫലമായി പോകും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. വചനം നിറഞ്ഞ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഇനി ആമേൻ. അടുത്ത ഭാഗം. തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ. ശ്രദ്ധിക്കണം. ഈ ടൈഡൽ പവർ എന്നൊക്കെ പറഞ്ഞ ഈ തിരകൾക്ക് ഒരു ശക്തി ഉണ്ടല്ലേ? തിരകൾക്ക് ഒരു ശക്തി. ആമേൻ. അത് എന്ത്? അവൻ ചില ജീവിതങ്ങൾക്ക് എന്തൊരു അവൻ ഇൻഫ്ലുവൻസ്, സ്വാധീനം. അവരുടെ വാക്കുകൾക്ക് എത്ര ത്രോയാണ്, അവർ പറയുന്നത് എത്ര ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അതെന്തിനാ ദൈവം കൃപ നൽകിയിട്ടുള്ളത്? കർത്താവിനെ അറിഞ്ഞ വംശാവലിയിൽ ഈ വൈഭവങ്ങൾ എന്തിനാ തന്നിട്ടുള്ളത്? മാറ്റമില്ലാത്ത ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശക്തിയോടെ പറയാനല്ല. പക്ഷെ അവരെന്തുവാ ചെയ്യുന്നത്? അവര് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതിന്റെ 16-ാം വാക്യം. പിറുപിറുപ്പ്. 4 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. What they are throwing out. പിറുപിറുപ്പ്, ആവലാതി, വമ്പ്, മുഖസ്തുതി. ഞാൻ ലിസ്റ്റ് വരിക. പിറുപിറുപ്പ്. Not gratitude but grumbling. പരാതി, പിറുപിറുപ്പ്. ഹല്ലേലൂയ. വമ്പ്.
ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ മിഷൻ വായനകളില് ഭൂതശാന്തി കിട്ടിയ ഒത്തിരി പേരുണ്ട്. തമിഴ്നാട്ടില് അവര് വിഗ്രഹങ്ങളെ ആരാധിച്ചു. പ്രാർത്ഥനാ വേളയിൽ ഒരു നഴ്സിംഗ് പാസ്സായ ഒരു പെൺകുട്ടി, അവളുടെ സ്തോത്രം ഭൂതം വിട്ടുപോയി, വിശ്വാസത്തിൽ ഉറച്ചു, അനുഗ്രഹീതമായ വിവാഹ ജീവിതത്തിലേക്ക് പിന്നെ പ്രവേശിച്ചു. നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ ഒരു പെൺകുച്ചുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ വിവാഹാലോചനയൊക്കെ മറന്നു. പണ്ട് കാലത്ത് അങ്ങനെ ഒരു അംബാസഡർ കാറുകൾ ചെറുക്കന്റെ അപ്പനും അമ്മാച്ചനും ഉപ്പാപ്പനും എല്ലാം കൂടെ അങ്ങോട്ട് വരും. ജംഗ്ഷനിൽ പോയി കാർ അങ്ങോട്ട് ചവിട്ടി നിർത്തി. അപ്പൊ അവിടെ ഒരാൾ ഞെഴുതി നിൽപ്പുണ്ട്. അവരെ വിളിച്ചു, ഈ അഡ്രസ്സിലുള്ള വീട്. പുള്ളി വന്ന് നോക്കിയിട്ട് ഒരു 200 മീറ്റർ അങ്ങോട്ട് പോയിട്ട് ഇടതുവശത്ത് കാണുന്ന 2ാമത്തെ വീട്. ശരി. അപ്പൊ അവരുടെ കൂടെ നിന്നവർക്ക് അവിടെ വല്ല പ്രത്യേകിച്ച് വിശേഷം വല്ലോ അല്ല, ഞങ്ങളുടെ വീട്ടിലെ ചെറുക്കൻ ആ വീട്ടിലെ പെൺകൊച്ചിനെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഇപ്പൊ എന്താ പറഞ്ഞാണ് കവലിൽ നിന്ന് പുള്ളി. ഇപ്പൊ ആ പെൺകൊച്ചിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? എത്ര ബുദ്ധിപരമായിട്ടാണ് ഉപായങ്ങൾ, വമ്പ്, മുഖസ്തുതി. എന്താ മുഖസ്തുതി? ഒരു പള്ളിയിലെ കപ്പ്യാർ എന്നോടൊരു നേർസാക്ഷ്യം പറഞ്ഞു. പുള്ളി കണ്ട ഒരു കാര്യം, പള്ളിയിൽ അച്ഛന് കോളേജിന്റെ പ്രിൻസിപ്പൽ, അതിന്റെ കോളേജിന്റെ മാനേജർ. അപ്പൊ അച്ഛന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ അവിടെ 1-2 സീറ്റൊക്കെ അച്ഛന്റെ കെയർ ഓഫ് കിട്ടും. അപ്പൊ +2 മാർക്ക് കുറഞ്ഞ ഒരു പെൺകൊച്ചിനെ കൊണ്ട് അപ്പനും അമ്മയും അഡ്മിഷന് വേണ്ടി റെക്കമെൻഡേഷൻ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുക. സ്കൂള് പള്ളിയായിട്ട് ചേർന്നുള്ള. അപ്പൊ അച്ഛൻ്റെ അടുത്ത് തന്നെ ഈ മാർക്ക് കുറഞ്ഞ കുഞ്ഞിന്റെ അപ്പനും അമ്മയും പറയാ, അച്ഛൻ പണ്ട് ഞങ്ങളുടെ പള്ളി ഇരുന്നപ്പോ, അവരാ പള്ളിക്കാരല്ല, അച്ഛന്റെ റെക്കമെൻഡേഷൻ അടുത്തുള്ള പള്ളി, അച്ഛൻ പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷിച്ച കാലത്ത് അച്ഛനെ ബുള്ളറ്റേൽ ഇങ്ങനെ വരുമല്ലോ, സിനിമകളുടെ ജയം വരുന്നത് പോലെ അച്ഛന്റെ വരവ്. ഏതാ ചെരുപ്പ് ഉൾപ്പെടെ തൂക്കി നോക്കിയാൽ 40 കിലോ ഉള്ള അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. ജയം വരുന്നത് പോലെയാണ്. അപ്പൊ മാർക്ക് പറഞ്ഞ കൊച്ചിന്റെ അമ്മ, അതെ കൊച്ചമ്മ സെന്റോമിൽ ഒരു പാട്ട് പാടി. ഞാൻ എപ്പോഴും പറയും, സിനിമയിൽ വല്ലതും പാടിയായിരുന്നെങ്കിൽ KS ചിത്രയും ജാനകിയും ഒക്കെ മാറി നിന്ന്. ഏതാ ഒരു ട്യൂണും കൊച്ചമ്മ ഒരു പാട്ട് പാടിയാതെ എഴുതിയ പുള്ളി വന്ന് കല്ലെടുത്ത് വെച്ച് പോയി തൂങ്ങിച്ചാകും. അത്തരം ട്യൂണാണ്. ഇതിന്റെ പേരാണ് മുഖസ്തുതി. താൽക്കാലിക ലാഭത്തിനു വേണ്ടി വാക്കുകളിൽ ഉപായം നുരച്ചു തള്ളേണ്ടത്. ഹല്ലേലൂയ. വൈഭവം നൽകിയ കർത്താവിന്റെ സുവിശേഷം 1-2 വാക്കുകളോടെ ഞാൻ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:20. യെശയ്യാ 57:20. ദുഷ്ടന്മാരോ കലങ്ങി മറിഞ്ഞ കടൽ പോലെ, അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. യെശയ്യാ 57:20. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ഹല്ലേലൂയ. ഗാർബേജ്, മഡ്. അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതാ സ്തോത്രം, പരാതി, ആവലാതി, കാര്യം കാണാനുള്ള ഉപായ വാക്കുകൾ, വമ്പ്. സ്തോത്രം, വമ്പ്. വമ്പിന് ഞാൻ പ്രത്യേകിച്ച് ഉദാഹരണം ഒന്നും പറയുന്നില്ല. ഈ കല്യാണാലോചനയൊക്കെ വരുമ്പോ ഈ ബ്രോക്കർമാര് പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അവരൊന്നും പറയാനില്ലേ പറയും. ഈ ചെറുക്കന്റെ വല്യപ്പനില്ലേ, പഴയ മനുഷ്യൻ, ശരി, വമ്പ്. വൈഭവം, വാക്കിന്റെ വൈഭവം തന്നത് സാക്ഷിപ്പാൻ, ശക്തിയോടെ വചനം ഉയർത്താൻ, വചനം പങ്കുവെക്കാൻ, പാടി സ്തുതിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ നാണക്കേട് മുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. മറ്റൊരു രീതി പറഞ്ഞ, യുവർ ടാലൻസ് ഷുഡ് ബി ഓൺ ദ ഓൾട്ടർ. യാഗപീഠത്തിൽ താലന്തുകൾ വയ്ക്കാം. എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് പറയാൻ. ഞാൻ ബാംഗ്ലൂർ കടന്നുപോയപ്പോ വളരെ അടുത്ത് സംസാരിച്ച ഒരു കലാകാരനാണ് ഭക്തവത്സലനുണ്ട്. ദേശന്ദ്രൊക്കെ പറഞ്ഞു, കുന്നുംകുളത്ത് വേദികളുള്ള ഒരു മനുഷ്യനാണ് ഭക്തവത്സലൻ.
ഹാർട്ട് ബീറ്റ്സിന്റെ പാട്ടുകാരനും പാട്ടെഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹം ഒരിക്കല് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടു. ഈ രവീന്ദ്ര ജെയിൻ എന്നൊക്കെ പറഞ്ഞ പേരുള്ള സംഗീത അന്ധനായ പാട്ടുകാരൻ, അദ്ദേഹത്തിനൊക്കെ ഒത്തിരി അവാർഡ് കിട്ടി. ഹിന്ദിയിലും ഗുജറാത്തിയിലും മറാഠിയിലും ഒക്കെ മറ്റു പലരും അവാർഡ്, നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയത് അധികം യമൻ കല്യാൺ എന്നൊരു രാഗത്തിൽ കമ്പോസ് ചെയ്തപ്പോഴാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോ അത് യമൻ കല്യാൺ രാഗത്തിൽ ഒരു ഭക്തിഗാനം എഴുതി. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്കെയില് പെട്ടെന്ന് ആളുകളുടെ ഉള്ളിലേക്ക് ചെല്ലുക. അതാണ് ഒരു കണ്ണിനും ദയതോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലന്ന് കിടന്നഴലും നേരമരികിൽ വന്നു കരകയറ്റിയ നായകായേശുവേ, കരകയറ്റിയ നാഥനേ, പാടുവാനേ ശബ്ദം പാവനനേ സ്തുതികളല്ലാതെ പാടുവാനേ ശബ്ദം പാവനനേ സ്തുതികളല്ലാതെ പാലിയം ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം പാടുവാൻ. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ കൃത്യമായ രാഗം ഫോളോ ചെയ്ത് എഴുതിയത്. പറഞ്ഞതെന്തുവാ? എന്റെ ശബ്ദം യാഗപീഠത്തിൽ എന്നർത്ഥം. ഹല്ലേലൂയ. പണ്ട് മാരമൺ കൺവെൻഷനിൽ ഒരു സായിപ്പ് പ്രസംഗിച്ചത്രേ, ടൈം, ട്രഷർ, ടാലന്റ് ആൻഡ് ടൈം. ടൈം, ട്രഷർ, ടാലന്റ് ആൻഡ് ടങ്. ടൈം സമയം, ടൈം ട്രഷർ നിന്റെ വിഭവങ്ങൾ, നിന്റെ ടാലന്റുകൾ, നിന്റെ നാവ്. തിരുവനന്തപുരം RCC ചെന്നാല് ഒരു വിഭാഗം നമുക്ക് കാണാം. ഒരു ശബ്ദം ഉരിയാടാൻ ആയാസപ്പെട്ട് കണ്ണ് തള്ളി ശരീരം ഉറച്ച് എന്നിട്ടും ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ ത്രോട്ട് ക്യാൻസർ, പൾമനറി ക്യാൻസർ, ലങ് ക്യാൻസർ, ഇതിനു മധ്യയാണ് ആമേൻ ശക്തിയേറിയ ശബ്ദം ഉള്ള ഒരു കാലം നിങ്ങൾക്കുള്ളത്. നുരച്ചു തള്ളേണ്ടത് സുവിശേഷം. ഹല്ലേലൂയ. ഷെയർ പവർഫുള്ളി. ഹല്ലേലൂയ. ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ശുശ്രൂഷിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു. ഞാന് 99 ആമേൻ ഛത്തീസ്ഗഡിൽ മിഷണറിയായിരുന്ന കാലം ആമേൻ അവിടെ മടിയ ഗോത്രവർഗത്തിന്റെ നടക്കാൻ അവിടെ ഒരു മെഡിക്കൽ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മിഷന്റെ വേറൊരു മെഡിക്കൽ യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു, നേഴ്സസ് ഉണ്ടായിരുന്നു. മലേറിയയുടെ മരുന്നുകളാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രാമത്തിലാണ്. ഇപ്പൊ എന്റെ ക്ലോറോക്വിൻ, പ്രിനാക്വിൻ ഡോസേജ് ഒക്കെ അറിയാം. പെട്ടെന്ന് ഒരു ദിവസം ആ ഡോക്ടറിന്റെ കുടുംബം അവർ ആന്ധ്രയിലേക്ക് പോയി ഒരു മിഷണറി സമ്മേളനം. അപ്പൊ ഞാൻ തന്നെയായി, ഞാൻ മടിയ ഭാഷ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഗോത്രവർഗക്കാര് മരണാസന്നനായ ഒരുത്തരെ എടുത്തുകൊണ്ട് വന്നു, മരുന്ന് വേണം. അപ്പൊ എന്നോടുള്ള വിശ്വാസം പ്രമാണിച്ച് ആ ഡോക്ടറിന്റെ കുടുംബം മരുന്ന് മുഴുവൻ എടുത്ത് കൂട്ടി വെച്ചു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മാത്രം പുറത്തുണ്ട്. പച്ച, മഞ്ഞ, നീല, വെള്ള അതെല്ലാം 4-5 വർഷം പഴയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഡോക്ടർ ഇല്ല. അപ്പൊ അവര് ആ ഒരു മദ്യപിച്ചു വന്നവരുണ്ട്, അവരെന്നെ എടുത്ത് തന്നെ ഉപദ്രവിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ചികിത്സിക്കാം. സമയം പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം. സൂര്യൻ അവിടാന്ന് രാവിലെ, സൂര്യൻ ഇവിടാന്ന് ഉച്ച, സൂര്യൻ അവിടാന്ന് വൈകുന്നേരം. ഞാൻ കളർ നോക്കിയിട്ട് രാവിലെ മഞ്ഞ, ഉച്ചയ്ക്ക് വെള്ളം, വൈകിട്ട് ചുമപ്പ്. നാളെ ജീവനോടുണ്ട്. അവര് മരുന്നും കൊണ്ടുപോയി. രാത്രി ഉറക്കളഞ്ഞ് പ്രാർത്ഥിച്ചു. ശവം എവിടെ വരുന്നറിയില്ല. ആ ഗ്രാമങ്ങളിൽ അവരുടെ ആയുധം, റെയിൽവേയുടെ ആപ്പില്ല, അത് അടിച്ചു ഊരിയിട്ട് അവർ ആയുധം ഉണ്ടാക്കി. കുന്തം
ഒന്ന് കളഞ്ഞാൽ ചോദിക്കാനൊന്നും ആരില്ല. ആമേൻ. അവിടെ ഒരു പോസ്റ്റ്മാൻ ഒരിക്കൽ വഴിതെറ്റിയ ഗ്രാമങ്ങളിൽ വന്നപ്പോ അവിടുത്തെ സർപ്പഞ്ചിന് എഴുത്തുമായിട്ട് വന്നപ്പോ അവർ തന്നെ എറിഞ്ഞു പഠിച്ചതാണ്, ചത്തുപോയി താഴെ മലഞ്ചെരുവിലേക്ക് എടുത്തിട്ടു. അത് മൃഗങ്ങള് എല്ലുപോലും തന്നെ. ഇപ്പൊ രാത്രി ശവം വന്നില്ല, അടുത്ത ദിവസവും ശവം വന്നില്ല, 2 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നു. അപ്പൊ ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞില്ല, എന്റെ ചികിത്സയുടെ കാര്യം. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ മരണാസന്നനായി കിടന്നു ഈ വന്നവരുടെ ഒക്കെ നമുക്ക് തിരിച്ചറിയാം. കാരണം അവർക്ക് കർസാഡ് എന്നൊരു ഉത്സവമുണ്ട്. അന്നേരമാണ് അവർ ഉടുപ്പ് വാങ്ങിക്കുന്നത്. അതുവരെ ഇട്ട ഉടുപ്പ് മഴയത്ത് നനയും വെയിലും തുണയും. അപ്പൊ അവന്റെ മഞ്ഞ ചുവപ്പ് അവന്റെ ഉടുപ്പ് കണ്ടാൽ അത് ആരാണ്? രോഗിയായിട്ട് വന്നവൻ വേറൊരുത്തനും കൊണ്ടുവന്നിരിക്കും ചികിത്സിക്കാൻ. ഞാൻ പറഞ്ഞ ഡോക്ടർ അവിടെ ഉണ്ട്. ഡോക്ടർ നിറമില്ലാത്ത പാരസെറ്റമോൾ പോലെയുള്ള നിറമില്ലാത്ത ഗുളിക അവർക്ക് കൊണ്ടുപോ പറഞ്ഞു, ഇത് വേണ്ട, പറ്റിക്കാൻ നോക്കണ്ട. ശരിക്കും ഇതിനുള്ള മരുന്ന് പച്ച, മഞ്ഞ, നീല, വെള്ള, അതാ പുള്ളി പുതിയ ഡോക്ടർ. Where God sends, He provides. സുവിശേഷവുമായി വാതുറന്ന് നീ നിൽക്കുന്നു, അവിടെ ദൈവകരം, ദൈവകൃപ, ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ കൂടെ. ഹല്ലേലൂയ. വാതുറക്കണം, ശക്തിയോടെ എക്സ്പ്രസ് ദ ഗോസ്പൽ, പുറന്തള്ളണം സുവിശേഷം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആമേൻ. നാണക്കേട്, പരാതി, വമ്പ്, മുഖസ്തുതി നുരച്ചു തള്ളരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ആമേൻ അതിന്റെ 13-ാം വാക്യം, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിന് ചില സഞ്ചാര പദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദിക്കറിയാനും ദിശയറിയാനും അസ്ട്രോണമി കർത്താവിനെ അന്വേഷിച്ചു വന്ന വിദ്വാൻമാർ അവര് നക്ഷത്രത്തെ പഠിച്ചിട്ടാണ് വന്നത്. എന്നാൽ വക്രഗതിയുള്ള നക്ഷത്രങ്ങളുണ്ട്, വഴി തെറ്റിക്കുന്നതാണ്. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ഫോളൻ സ്റ്റാർസ്, പിശാച് വീണുപോയ നക്ഷത്രമാണ്. പിശാച് സ്വാധീനിക്കുന്ന, വഴി തെറ്റിക്കുന്നവരുണ്ട്. വക്രഗതിയുള്ള വാണ്ടറിംഗ് സ്റ്റാർസ്, മിസ്ലീഡിംഗ് സ്റ്റാർസ്, തെറ്റായ ഇടങ്ങളിലേക്ക്, തെറ്റായ ശീലങ്ങളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക്, തെറ്റായ ഉപദേശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അവൻ വീഴ്ചയിലേക്ക് നയിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. സ്തോത്രം. അവര് നിങ്ങളെ സ്വാധീനിക്കും. സ്തോത്രം. എന്നാൽ വേറെ ചില നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ 12:3. ആമേൻ. എന്നാൽ ബുദ്ധിമാന്മാർ, ദാനിയേൽ 12 ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ. യു ആർ ആൻ ആക്സസ് പേഴ്സൺ. നീതിയിലേക്ക് തിരിക്കുന്നവർ. ആമേൻ. നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശം. അപ്പൊ ഒന്ന്, വഞ്ചിക്കുന്ന സ്നേഹബന്ധങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സ്നേഹശക്തികളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളിൽ നിന്ന്, ആമേൻ, സ്വാർത്ഥതയുള്ള ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന്, വചനമില്ലാത്ത, ആമേൻ സ്തോത്രം, ആമേൻ, ചില ഉയർന്നവരിൽ നിന്ന്, ആമേൻ സ്തോത്രം, അവസരം കിട്ടിയിട്ടും ഫലമില്ലാതെ വേറിട്ട് ഫലമില്ലാത്ത വ്യക്തികളിൽ നിന്ന്, നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകളിൽ നിന്ന്, വക്രഗതിയുള്ള നക്ഷത്രങ്ങളിൽ നിന്ന്. അത് ഫിലിപ്പ് ലേഖനത്തിലെ ഭാഷ ഞാൻ കടമെടുക്കുക, ഇതെല്ലാം പറഞ്ഞ് ചേർത്ത് അത് കാച്ചിക്കുറുക്കി പറഞ്ഞിരിക്കുക. ഫിലിപ്പ് ലേഖനം 2 അതിന്റെ 14-15 വാക്യങ്ങൾ. ഫിലിപ്പ് ലേഖനം 2:14-15. വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ ആമേൻ പ്രകാശിക്കും. ഹല്ലേലൂയ. ആമേൻ. You are like light access persons. വഴി തിരിക്കുന്ന, ആമേൻ, വഴി പറഞ്ഞു കൊടുക്കുന്ന വഴിയോര വിളക്കുകൾ പോലെയാണ്. ഹല്ലേലൂയ. പണ്ട് പോൾ യോങ്കിച്ചോവിന്റെ സമയത്ത്, ഉണർവിന്റെ സമയത്ത് കൊറിയയിൽ സന്ദർശിച്ച ഒരു ജർമ്മൻ സായിപ്പ് അത്ഭുതത്തോടെ ചോദിച്ചത്രേ, ഈ കൊറിയക്കാരുടെ കണ്ണ് ചെറുതല്ലേ, ഇത്രയും ചെറിയ കണ്ണിൽ നിന്ന് എങ്ങനെയാ ഇത്രയും കണ്ണുനീര് വരുന്നത്? ഹല്ലേലൂയ. ആമേൻ. നിറകണ്ണുകളോടെ മുട്ടുമടക്കി, ആമേൻ സ്തോത്രം, മുൻപേ പോകുവാൻ, വഴി കാണിക്കുവാൻ, വചനം കൊടുക്കുവാൻ, ശക്തിയോടെ വചനം പങ്കുവെക്കുവാൻ. സ്തോത്രം. ആമേൻ. ഇതെല്ലാം പറഞ്ഞതെല്ലാം ഒന്ന് ചേർത്ത് ഞാൻ ആമേൻ
ഫിലിപ്പിയർ ലേഖനം 4:19 അധികരിച്ച് സ്തോത്രം ഒരു പാട്ട് പണ്ടൊരു ദേവദാസൻ എഴുതി. ഫിലിപ്പിയർ ലേഖനം 4:19 എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ ആമീൻ. ഒരു പാട്ട് എഴുതി. എന്നിട്ട് അവർ 8 കാരണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവം നിന്റെ ദുഃഖമെല്ലാം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്നിട്ട് ഒരു 8 കാര്യം. നമ്മൾ 8ന്റെ പണി എന്നൊക്കെ പറയുന്നതിന് മുമ്പേ ഇറങ്ങിയ പാട്ടാണ്, 80കളിൽ ഇറങ്ങിയ പാട്ടാണ്. മനമുരുകുന്ന വേദനയോ, ഞാനത് വർണ്ണിക്കും. മനമുരുകുന്ന വേദനയോ കാലുഷ്യമേറും വൈരികളോ, മനമുരുകുന്നൊരു വേദനയോ കാലുഷ്യമേറും വൈരികളോ, കടഭാരം പെരുകുന്നുവോ രോഗഭാരങ്ങൾ തുടരുന്നുവോ, എന്റെ ദൈവം നിന്റെ ദുഃഖമെല്ലാം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. 1 മനമുരുകുന്ന വേദന. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നാം അത് ചിന്തിച്ചു. ആമേൻ. മാനസികമായ മുറിവുകൾ, മനമുരുകുന്ന വേദന. ആമേൻ. ചിലർക്കൊന്നും സാക്ഷിക്കാൻ, എന്നോ പ്രാർത്ഥിക്കാൻ, ഇത്രയും തിരിച്ചടി കിട്ടി, ഇത്രയും നിന്ന് കിട്ടി, എന്നോ സാക്ഷിക്കാൻ. മനമുരുകുന്ന വേദനയോ കാലുഷ്യമേറും വൈരികളോ. ഈ പിശാച് കൂർത്ത ചെവി വാലിന്റെ അകത്ത് ഒരു ആരോമാർക്കും വെച്ചല്ല വരുന്നത്. ചില വ്യക്തികളെ അവൻ സ്വാധീനിച്ച് സ്തോത്രം കാലുഷ്യമേറും വൈരികൾ, അകാരണമായ ഒരു hatred, ഒരു വൈരം അവരുടെ ഉള്ളിൽ നമ്മുടെ എന്നതുപോലെ സ്തോത്രം. മനമുരുകുന്ന വേദനയോ കാലുഷ്യമേറും വൈരികളോ. എന്നോടൊരു അമ്മ ചോദിച്ചു, എന്റെ മകള് ഒരു കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുള്ള ഒരു അധ്യാപിക വല്ലാത്ത വിരോധം, നേരത്തെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. മനമുരുകുന്ന വേദനയോ കാലുഷ്യമേറും വൈരികളോ. നമുക്ക് വിഭവങ്ങൾ വേണം മുന്നോട്ട് പോകാനല്ലേ. റിസോഴ്സ്. കടഭാരം പെരുകുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ്. If the source is with you, the resource is available to you. Source, ഉറവിടം. Resource, വിഭവം. ഉറവിടം നിന്റെ കൂടാണ്. തത്സമയ വിഭവം നിനക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സങ്കീർത്തനത്തിലെ ഒരു മനോഹരമായ ഭാഷ്യം 18-ാം സങ്കീർത്തനം 32-ാം വാക്യം. മലയാള വേദപുസ്തകത്തിൽ അത് ഒത്തിരി പേര് അടിവരയിട്ടുണ്ട്, വിശേഷം പഴയകാലത്തെ അമ്മച്ചിമാർ. 18:32 എന്റെ വഴിയിലെ കുറവ് തീർക്കുന്ന ദൈവം. വഴിയിലെ കുറവ് തീർക്കുന്ന ദൈവം. എന്റെ വഴിയിലെ കുറവ് തീർക്കുന്ന ദൈവം. ഈ വഴിയിൽ സ്നേഹം കുറയും, ആരോഗ്യം കുറയും, വിഭവം കുറയും. എന്നാൽ എന്തൊക്കെ കുറയുന്നോ അതെല്ലാം പരിഹരിക്കുന്നത് ഈ വഴിയിലെ കുറവ് തീർക്കുന്ന ദൈവം. He will nullify all possible deficiencies that may come along my way. എന്റെ വഴിയിലെ കുറവ് തീർക്കുന്ന ദൈവം. എന്റെ വഴിയിലെ കുറവ് തീർക്കുന്ന ദൈവം. മനമുരുകുന്ന വേദനയോ കാലുഷ്യമേറും വൈരികളോ കടഭാരം പെരുകുന്നുവോ രോഗഭാരങ്ങൾ തുടരുന്നുവോ. തുടരുന്ന രോഗഭാരങ്ങൾ. ഡോക്ടർ പറഞ്ഞു ഈ 4 ഗുളിക കഴിക്കണം. എന്നവരെ കഴിക്കണം, അത് മരിക്കുന്നവരെ കഴിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിക്കും. കൊമേഴ്ഷ്യലൈസ്, അത്രത്തോളം വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു ചികിത്സാ മേഖലയാണ്. ഇതിന് മധ്യേ എന്റെ ദൈവം നിന്റെ ദുഃഖമെല്ലാം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മനമുരുകുന്ന വേദനയോ
കാലുഷ്യമേറും വൈരികളോ കടഭാരം പെരുകുന്നുവോ, രോഗഭാരങ്ങൾ തുടരുന്നുവോ. നാലെണ്ണം പറഞ്ഞു, നാലോട് പറയാനുണ്ട്. വാക്കുമറക്കും പ്രിയജനമോ, നോക്കിൽ പകയ്ക്കും തലമുറയോ. വാക്കുമറക്കും പ്രിയജനമോ, നോക്കിൽ പകയ്ക്കും തലമുറയോ. ഓരപ്പിശാലിൻ ചതിക്കുഴിയോ, ഇനിയും തുറക്കാത്ത വാതിലുകളോ. എന്റെ ദൈവം നിന്റെ ദുഃഖമെല്ലാം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വാക്കുമറക്കും പ്രിയജനം. അപ്പച്ചൻ പറഞ്ഞാൽ പെൺകൊച്ചിന് ഒരു വീതം കൊടുക്കണം. അപ്പച്ചൻ മരിച്ചു, പിന്നെ ആരോ ഓർത്തു. കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോ സ്തോത്ര ശുശ്രൂഷയ്ക്കായിട്ട് കുഞ്ഞുങ്ങള് സ്തോത്രം സാധാരണ വെറുതെ കർത്താവിനെ സ്നേഹിച്ചിട്ട് ഏതെങ്കിലും വിവാഹ ശുശ്രൂഷ ഇടയ്ക്ക് പോയി കാണുന്നത് നല്ലതാ. ഭാര്യ ഭർത്താവിനോട് എന്ത് പറഞ്ഞു, ഭർത്താവ് ഭാര്യയോട് എന്ത് പറഞ്ഞു, ദൈവസന്നിധിയിൽ എന്ത് വാക്ക് കൊടുക്കൂലേ. വാക്കുമറക്കും പ്രിയജനമോ, നോക്കിൽ പകയ്ക്കും തലമുറയോ. പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. ചിലര് പറയും, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കണം. മക്കളുടെ കാര്യം ദൈവമുണ്ട്. ഹല്ലേലൂയ. നോക്കിൽ പകയ്ക്കും തലമുറ. മാതാപിതാക്കളുടെ ആത്മാർത്ഥത തലമുറ മനസ്സിലാക്കാതെ പോയാൽ ഏറ്റവും വലിയൊരു അകൽച്ചയിലേക്ക്. ഹല്ലേലൂയ. വാക്കുമറക്കും പ്രിയജനമോ, നോക്കിൽ പകയ്ക്കും തലമുറയോ. പിശാചിൻ ചതിക്കുഴിയോ. പിശാചിന്റെ ചതിക്കുഴികൾ അറിയാം. പ്രധാന ചതിക്കുഴി ആമേൻ ഡിസീസ്, ഫേക്കിംഗ് സിംപ്റ്റം. ക്രിസ്തുവല്ല കേന്ദ്രം, ആരോഗ്യമാണ് നിങ്ങളുടെ കേന്ദ്രമെങ്കിൽ ഇല്ലാത്ത രോഗങ്ങളുടെ ലക്ഷണം ദൈവമക്കളെ കൊണ്ടുവന്ന് വഞ്ചിക്കാൻ പറ്റാതിരിക്കും. ആമേൻ. ചിലരങ്ങ് ആരോഗ്യമാണ് കേന്ദ്രം. കാരണം ഇന്റർനെറ്റ് വഴി അതൊക്കെ ഉണ്ടല്ലോ. ഹൃദയത്തിന് ശക്തി കൂടാൻ രാവിലെ ചിലർക്ക് ലാഫിംഗ് തെറാപ്പി. ചില അപ്പച്ചന്മാരെ തിരുവല്ല ജംഗ്ഷനിൽ രാവിലെ 5 മണിക്ക് വന്നിട്ട് ആരോഗ്യം, അവരായിട്ട് ആരോഗ്യം പരിഹരിക്കുന്നു, ആരോഗ്യം കൊണ്ടുവരുന്നു. ചിലര് റോഡിന്റെ നടുക്ക് നിന്ന് ഓക്സിജൻ തലച്ചോറിനോട് കൂടാ. ഞാൻ ഏറ്റവും കൂടുതൽ ആരോഗ്യം സൂക്ഷിക്കുന്ന ആളുകളെ കണ്ടിട്ടുള്ള തിരുവല്ലായിക്കടുത്ത് കുമ്പനാണ്. ചില അപ്പച്ചന്മാർ ബാങ്കിൽ അതുപോലെ പണമാണ്, നോമിനി മക്കളുടെ പേരൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് രാവിലെ 5 മണിക്ക് ഒരു നിക്കറും ഒരു ടീഷർട്ടും ഇട്ട് പട്ടിയും കൊണ്ടങ്ങ് നടക്കും. അങ്ങ് ഒരു 4 കിലോമീറ്റർ നടന്ന് തിരിച്ചു വരാനുള്ള ആരോഗ്യമില്ല. അവിടെ ഓട്ടോറിക്ഷ 4:30 കൊണ്ട് 4:30 കൂലിയായിട്ട്. ചതിക്കുഴിയോ. രോഗലക്ഷണങ്ങളെ കുറിച്ചല്ല പഠിക്കേണ്ടത്, സൗഖ്യദായകനെ കുറിച്ച് പഠിക്കണം, അനുഭവിക്കണം. ബന്ധങ്ങളെ അകറ്റുന്ന, ഭയം ജനിപ്പിക്കുന്ന, രോഗലക്ഷണങ്ങളെ കാണിച്ചു വഞ്ചിക്കുന്ന, ആമേൻ, വാക്കുമറക്കും പ്രിയജനമോ, നോക്കി പകയ്ക്കും തലമുറയോ. ഓരപ്പിശാചിൻ ചതിക്കുഴിയോ, ഇനിയും തുറക്കാത്ത വാതിലുകളോ. കർത്താവേ, തൊഴിലിന്റെ വാതിൽ, വരുമാനത്തിന്റെ വാതിൽ, ഉപരിപഠനത്തിന്റെ വാതിൽ, കുടുംബജീവിതത്തിന്റെ വാതിൽ. ഹല്ലേലൂയ. അന്ന് ചിലത് താമസിച്ചാലും ഏറ്റവും ഉത്തമമായിടത്തും. ഹല്ലേലൂയ. അതാ പണ്ടൊരു ഉപദേശി പറഞ്ഞത്, ആമേൻ, നിങ്ങളുടെ മോടെ കല്യാണം എന്താ താമസിക്കുന്നതെന്ന് അറിയാം? മോൾക്ക് വേണ്ടി കർത്താവ് നിശ്ചയിച്ച ചെറുക്കന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ തുറന്ന വാതിലുകളുടെ കർത്താവ്. ചിലർ കർത്താവ് തുറക്കാതെ ആമേൻ ചില വാതിലുകൾ ചാക്കുട്ടി എന്ന് തുറന്നു തീർച്ചയായും അത് പിരിവെട്ടി കയറിയത് പോലെയാണ്. അവൻ തുറക്കാത്ത വാതിലിനപ്പുറം കൃപയില്ല.
അവൻ വീഴാതെ നിർത്തും. എങ്ങനെ നിർത്തും? ആമേൻ. എന്റെ ദൈവം നിന്റെ ദുഃഖമെല്ലാം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തുതരും. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ആമേൻ. ചുമതലയിൽ വീഴാതെ, ശുശ്രൂഷയിൽ വീഴാതെ, ഈ വിശ്വാസ ഓട്ടത്തിൽ വീഴാതെ ആമേൻ വ്യക്തികൾ വഞ്ചിച്ചു കളയാം. അതുകൊണ്ട് നമ്മുടെ ചുമതല ഹല്ലേലൂയ ഏറ്റവും അടുത്ത ബന്ധുവായി യേശു കർത്താവിനെ ചേർത്ത് പിടിക്കണം. ആമേൻ. പണ്ട് പിതാക്കന്മാർ പറയാറുണ്ടല്ലോ, സ്തോത്രം, റോമാലേഖനം 10:9 യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, പിന്നെ അവന്റെ പുനരുദ്ധാനത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആമേൻ. എന്താണ് കർത്താവ് അവരോട് പറഞ്ഞു? കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ്. എന്താണ് യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ? അറിയുമോ അതിന്റെ അർത്ഥം? പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട്. അതെങ്ങനെയാണെന്നറിയാം. കർത്താവ് എന്ന് പറഞ്ഞാൽ അത് പിരിച്ചു പഠിക്കും. ഒന്ന്, അവൻ സൃഷ്ടികർത്താവാണ്. അവൻ സൃഷ്ടികർത്താവാണ്. ആദ്യം തലക്കെട്ട് പറയാം. ഒന്ന് സൃഷ്ടികർത്താവ്, 2 ഭരണകർത്താവ്, 3 പരിഷ്കർത്താവ്, 4 വിധികർത്താവ്. ഹല്ലേലൂയ. ഒന്ന്, സ്തോത്രം, അവൻ സൃഷ്ടികർത്താവ്. എന്താ സൃഷ്ടികർത്താവ്? ഒരു അംബാസിഡർക്കാരന് കേടുവന്നാൽ അത് എവിടെ നന്നാക്കാൻ കൊണ്ടുവന്നാണ്? ടൊയോട്ട കമ്പനിയിലാണ്. നിർമ്മിച്ചവന്റെ അടുത്ത് പരിഹാരമുണ്ട്. കുടുംബത്തെ നിർമ്മിച്ചവൻ, ശരീരത്തെ നിർമ്മിച്ചവൻ, ഓർമ്മയെ നിർമ്മിച്ചവൻ, ആമേൻ, സ്തോത്രം, ചലനശേഷിയെ ചമച്ചവൻ, മേക്കർ ക്യാൻ റിപ്പയർ, സൃഷ്ടികർത്താവ്. 2 ഭരണകർത്താവ്. ഇരുട്ടിന്റെ ഭരണം നിന്നെ സ്വാധീനിക്കാതെ അവൻ നിന്നെ സൂക്ഷിക്കും. മനസ്സിലായി? പണ്ടത്തെ ജനത്തിൽ കൺവെൻഷനോ ഇന്ന് അത്രയില്ല. ചിലരൊരു പൊതി കൊണ്ടുവന്നില്ല. ബ്രദറെ, രാവിലെ ഞങ്ങളുടെ കന്നിക്കോടിയിൽ നിന്ന് കിട്ടിയതാണ്. എന്നാ വെച്ചേ? കുരുത്തോല അരിഞ്ഞത്, പഴയ 20 പൈസ, പൂച്ചയുടെ വീശ, പിന്നെ ഒരു കറുത്ത ചരട്, പിന്നെ ചുമന്ന ചരടെ പുറത്തൊരു റബ്ബർ കുരു. എന്തോ നിനക്കൊരു ഭരണകർത്താവ്, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ, ഒരു ക്ഷുദ്രവും, ഒരു എഴുതിയ തകടും, ഒരു കുഴിച്ചിട്ടതും. സ്തോത്രം, ആമേൻ. ഞങ്ങൾ ഛത്തീസ്ഗഡിലായിരുന്നു. അവിടെ പ്രധാന വെട്ട് ദുർമന്ത്രവാദികൾ ഇവിടെ പലരും ചെയ്യുന്ന പോലെ കോഴിമുട്ടയിലാണ് ക്ഷുദ്രം. ഉൾഗ്രാമത്തിൽ എത്ര ഓംലറ്റ് അടിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് അവൻ സ്തോത്രം ക്ഷുദ്രം ചെയ്യും. അവൻ സ്തോത്രം. നമ്മൾ അങ്ങോട്ട് ചോദിക്കും, വെട്ട് പുതിയ ദുർമന്ത്രവാദമൊന്നും കോഴിമുട്ട ചെയ്യുന്നില്ല. അവൻ ഭരണകർത്താവ്. He will rule you. ഇരുട്ട് നിന്നെ ഭരിക്കാതെ, അന്ധകാര ശക്തി ഭരിക്കാതെ നിന്നെ ഭരിക്കും. 1 സൃഷ്ടികർത്താവ്, 2 ഭരണകർത്താവ്, 3 പരിഷ്കർത്താവ്. He will refine you. പ്രഭാതത്തിൽ ഈ 83 വർഷക്കാലത്ത് ആ തുടക്കക്കാരെ നിങ്ങൾ നോക്കും. അവരുടെ പ്രഭാത പ്രാർത്ഥന, അവരുടെ പ്രയർ വാക്ക്, ഗ്രാമത്തിലൂടെ പ്രാർത്ഥിച്ചുള്ള നടപ്പ്, അവരുടെ ഡയറി എഴുത്ത്, അവർ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴുള്ള അവർ പിടച്ചു വികസിക്കുന്ന ഉത്സാഹം, ജീവിതത്തിൽ ഒരു റിഫൈനിങ്, ഒരു സംസ്കരണം, ജീവിതചര്യ ആമേൻ അടുക്കി പെറുക്കി അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും മനോഹരമായ വാക്കുകളും എഴുത്തും കർത്താവിനെ കുറിച്ചാണ്. ഒരു ഡയറി എഴുതിയതൊക്കെ നിങ്ങളുടെ പലരുടെയും വീട്ടിലുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു അവൻ അടുപ്പിച്ചിട്ട് കർത്താവിന് മുൻഗണന കൊടുത്ത്, അവൻ സൃഷ്ടികർത്താവ്, അവൻ സ്തോത്രം ഭരണകർത്താവ്, അവൻ പരിഷ്കർത്താവ്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ അവൻ ഒരു നാൾ വിധികർത്താവായി വരും. ഹല്ലേലൂയ. സ്തോത്രം. കണക്ക് കൂട്ടി ആമേൻ. സ്തോത്രം. അന്ന് നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുക. അനുഭവിച്ച കൃപ, കേട്ട വചനം, കിട്ടിയ അവസരങ്ങൾ പാഴാക്കി ആമേൻ. സ്തോത്രം. തലമുറയെ വഴി തെറ്റിച്ച് ആമേൻ ദൈവം നിങ്ങളോട് അതാ പഴയ ഭജനപ്പാട്ട് അത് പാടുന്ന അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിച്ചിടാൻ അവസരം ഇനിയുമുണ്ടോ.
അയച്ചതനിച്ചു നീ വന്നു ചേർന്നു മികച്ച പരീക്ഷ തീർത്തു അനിച്ചു നീ വന്നു ചേർന്നു മികച്ച പരീക്ഷ തീർത്തു തിരിച്ചു പോകുവാൻ ഭരണം മുറുകുകയാം പക്ഷേ അവസരം ഇനിയുമുണ്ടോ അയച്ചതാതൻ നിന്നോട് വിളിച്ചു ചോദിക്കും നേരം അയച്ചതാതൻ നിന്നോട് വിളിച്ചു ചോദിക്കും നേരം തിരിച്ചൊരു തരം നൽകാൻ നിന്റെ പക്കലുണ്ടോ അവസരം ഇനിയുമുണ്ടോ ഇന്ന് രാത്രി ഒരവസരം നമ്മെ വെച്ച് നീട്ടുക ഒരു നിമിഷം കണ്ണുകളാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വീണു പോകാവുന്ന വീണിട്ടെഴുതേക്കാനാവാത്ത അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പിഴ ഞങ്ങളുടെ ഇടർച്ച പക്ഷെ അവർ കൃപയുടെ കരം തന്നതുകൊണ്ട് ഞങ്ങളുടെ വംശാവലി നിന്ദിതമാകാതെ വേരറ്റു പോകാതെ അവിടുന്ന് സൂക്ഷിച്ചു ഞങ്ങളെ വീഴാതെ സൂക്ഷിക്കണേ എന്ന് ഉള്ളിലൊരു അപേക്ഷയുള്ളവർ എന്റെ തലമുറകൾ വഞ്ചിക്കപ്പെടുന്ന ബന്ധങ്ങളിൽ തെറ്റായ ശീലങ്ങളിൽ അകപ്പെടരുത് എന്നുള്ളിൽ അപേക്ഷയുള്ളവർ കർത്താവെ ഒരു കാരണവശാലും നിത്യത നശിപ്പിക്കുന്ന ദുരുപദേശങ്ങൾക്ക് വഴങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് ഇടവരുത് എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദിശ തെറ്റിച്ചു കളയുന്ന സംഭവങ്ങളോ വ്യക്തികളോ ഞങ്ങളെയോ പ്രിയപ്പെട്ടവരെ സ്വാധീനിക്കരുത്. ഞങ്ങൾ തലമുറകളെ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്ന് പറവാൻ മനസ്സുള്ളവർ ഹല്ലേലൂയ പ്രതിഷ്ഠയ്ക്കായി എഴുന്നേറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ കൃപ മതി കർത്താവേ, അവിടുത്തെ കരുതൽ മതി, അവിടുത്തെ വ്യക്തമായ ഭദ്രതയുടെ ഭരണം എന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. എന്റെ തൊഴിലിന് നേരെ, എന്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് നേരെ, എന്റെ പാർപ്പിടത്തിന്റെ സ്വസ്ഥതയ്ക്ക് നേരെ ഏതെങ്കിലും അന്ധകാര ശക്തികൾ, ഏതെങ്കിലും പോരിന്റെ ശക്തികൾ, അസ്വസ്ഥതയുടെ ശക്തികൾ, അവൻ കലക്കത്തിന്റെ ശക്തികൾ, ഭിന്നതയുടെ ശക്തികൾ ഏർപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ ആരെങ്കിലും സ്തോത്രം ആമേൻ ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ അവൻ യേശു കർത്താവിന്റെ വചനത്തോടുള്ള താല്പര്യത്താൽ കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഒരു മതം സ്ഥാപിച്ചില്ല, അവനൊരു പുതുവഴി, ഒരു തുറന്ന വാതിൽ നിത്യതയിലേക്ക് തുറന്നിടുകയത്രേ ചെയ്തത്. അവൻ ഏതു മനുഷ്യനും പൊതുവിലുള്ള രക്ഷ മുഖപക്ഷം കൂടാതെ, അവൻ ഭാഷ വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ തുറന്നിട്ടിരിക്കുക. അതിലൂടെ പ്രവേശിക്കാമെന്ന് രാത്രികാലം യേശു ക്രിസ്തുവിനെ കർത്താവായി വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവനെന്റെ ഭരണകർത്താവ്, അവനെന്റെ സൃഷ്ടികർത്താവ്, അവനെന്റെ പരിഷ്കർത്താവ്. ഹല്ലേലൂയ. എന്റെ ആയുസ്സിന്റെ ലാഭം ഇതാ കർത്താവിന് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ലജ്ജകൂടാതെ പറവാൻ മനസ്സുള്ളവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ താലന്തുകൾ ഇതാ ഞാൻ യാഗപീഠത്തിൽ ഏൽപ്പിക്കുക. കർത്താവ് ഏതെങ്കിലും തരത്തിൽ എന്റെ ചിന്തയിലോ, എന്റെ ഭവനത്തിലോ, എന്റെ തലമുറയിലോ ഇരുട്ടിന്റെ ഒരു ഭരണം പ്രവേശിച്ചിരിക്കുന്നുവെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ, അവർ പണം ചെലവഴിക്കുന്ന രീതി, അവരുടെ സംസാര രീതി, ആമേൻ സ്തോത്രം, അവരുടെ ആമേൻ സ്തോത്രം കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി സ്നേഹമില്ലാതെ, ആമേൻ സ്തോത്രം ദൈവാശ്രയമില്ലാതെ ആമേൻ ഇരുട്ടിന്റെ ആമേൻ പിടിയിലേക്ക് വഴി പോകുന്നെങ്കിൽ ഇന്ന് രാത്രി കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ആൺമക്കളെ, ഞങ്ങൾ ഞങ്ങളുടെ പെൺമക്കളെ, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുമക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയത്തിനായി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും നാശകാഴ്ച ശക്തികൾ കുഴിച്ചിട്ടത്, അവൻ കെട്ടിവെച്ചത്, പൂജ ചെയ്തത്, അവൻ സ്തോത്രം വിതറിയത്, അവൻ മറച്ചു വെച്ചത്, അവൻ ഞങ്ങളുടെ വാഹനങ്ങളിലോ, ഞങ്ങളുടെ പാർപ്പിടങ്ങളിലോ, അവൻ സ്തോത്രം ഞങ്ങളുടെ വഴികളിലോ ഏർപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ഞങ്ങളുടെ ജയം പരസ്യ കാഴ്ചയാക്കിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി മേല ഒരു പീഡകനും പോക്കുവരത്ത് ചെയ്യാതെ വണ്ണം അവൻ ഒരു പാളയമായി നിറങ്ങുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് ഭവനങ്ങളെ ഏൽപ്പിക്കും. അവൻ സ്തോത്രം നഷ്ടപ്പെട്ടത്, കൈമോശം വന്നത്, ഹല്ലേലൂയ സ്തോത്രം, അവൻ വെട്ടുക്കിളിയും തുള്ളലും പച്ചപ്പുഴു തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം തരാം എന്ന് പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങൾ, കുടുംബജീവിതത്തിന്റെ ചില വിഷയങ്ങൾ, അവൻ വരുമാന മാർഗങ്ങളിൽ ഏർപ്പെട്ട തകർച്ചകൾക്ക് അവൻ സ്തോത്രം ജയം അവകാശം പറയുക. അഭിവൃദ്ധിക്കായി ദൂരസ്ഥലത്ത് കടന്നുപോയവരുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം, അവൻ പേര് പറഞ്ഞ് ഏൽപ്പിക്കാം. എന്റെ മകൻ മരുഭൂമിയിലേക്ക് കടന്നുപോയത്, അവൻ ദൂരസ്ഥലത്ത് കഷ്ടപ്പാടിലേക്ക് കടന്നുപോയത്, അത് നന്മയായി വെളിപ്പെടുവാൻ, അവൻ അത് വരുമാനമായി, അത് അവൻ വിഭവമായി വെളിപ്പെടുവാൻ യേശു കർത്താവിന് അത് നന്ദിയായി, അവൻ സാക്ഷ്യമായി
വിളങ്ങേണ്ടതിന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേൽപ്പിക്കുക. ഏതെങ്കിലും വ്യക്തികൾ തെറ്റായ രീതിയിൽ കുടുംബങ്ങളെയോ തലമുറകളെയോ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ തിന്മയുടെ കരം നീങ്ങിപ്പോകട്ടെ. കർത്താവേ, ഈ അക്കാദമിക വർഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം അവർക്ക് ഓർമ്മശക്തി കൊടുക്കണം. അവർക്ക് സ്തോത്രം നല്ല സംഗ്രഹശേഷി കോംപ്രിഹെൻഷൻ കൊടുക്കണം. പരീക്ഷാ കാലങ്ങളിൽ തുടർമാനമായി വരുന്ന രോഗങ്ങളും ക്ഷീണങ്ങളും അകറ്റണം. ഈ അക്കാദമിക വർഷം ഒരു അത്ഭുതമായി അവിടുന്ന് തന്നെ വീഴാതെ നിർത്തിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം കേട്ട വചനം ഞങ്ങളോട് ഇടപെടണേ കർത്താവേ. ആ ശക്തിയോടെ വചനം സ്തോത്രം to express the living gospel, വചനം പ്രകടിപ്പിക്കുവാൻ ഒരു തിര തള്ളുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു സുവിശേഷം തിര തള്ളുവാൻ കൃപ നൽകുന്ന എന്ന് പ്രാർത്ഥിക്കും. ഭൂമിയിൽ നിന്ന് ചിതറിപ്പാർക്കുന്നതിനെ സാക്ഷിക്കുന്ന വിശുദ്ധന്മാരെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രികാലം പുതിയ പ്രഭാതം അവിടുന്ന് ദാനമായി നൽകുന്നെങ്കിൽ അവൻ പാപം കൂടാതെ മുന്നോട്ട് പോകാൻ കൃപ നൽകണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.